ഈ കാര്യങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ജനശക്തിയുടെ കർഷക സംഘടന ഒരു ചെറിയ സംഘടനയായിരിക്കാം. പക്ഷേ സംഘടനയുടെ ആളെണ്ണമല്ല ജനകീയ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ വലിയ വലിയ പ്രശ്നങ്ങൾ എടുത്തുയർത്തി ജനദൃഷ്ടിയിൽ കൊണ്ടുവരാനുള്ള അവരുടെ കഴിവാണ് അവരുടെ ശക്തിയായി നാം കണക്കാക്കേണ്ടത്. വലിയ വലിയ സംഘടനകളെല്ലാം അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ചെറിയ സംഘടനകളാണ് പലപ്പോഴും ചരിത്രത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ ഈ പ്രസംഗം ശ്രമിക്കുന്നവരുമല്ലാത്തവരുമായി ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളോടും കർഷക സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത്, വരും കാലങ്ങളിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കർഷകന്റെ സമരം കൂടുതൽ ശക്തിയാർജിച്ചുകൊണ്ട് കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഗവൺമെന്റിനെ പരിഹരിക്കുന്നതിലേക്കും ഈ നാട്ടിലെ ഗവൺമെന്റ് ഇത് പരിഹരിക്കാൻ കഴിയാതെ വന്നാൽ അവരെ തന്നെ മാറ്റുന്നതിലേക്കുമുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടമായി വളരും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തില് ഞാൻ ചുരുക്കുകയാണ്, ഒരുപാട് പറയുന്നില്ല. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെ വേറൊരു പരിപാടിയുണ്ട്, നമ്മുടെ ഒരു സഹോദര പ്രസ്ഥാനത്തിന്റെ പരിപാടിയുണ്ട്, ഒക്കെ കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, ഐക്യ കർഷക സംഘം, വയനാട് ജില്ലയിൽ കർഷകർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഐക്യ കർഷക സംഘത്തിന്റെ എല്ലാവിധ പിന്തുണയും ഈ ജനശക്തി കർഷക സംഘടന നയിക്കുന്ന ഈ പ്രക്ഷോഭത്തിനുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അഭിവാദനം.